സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു ചരിത്ര അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് നടന്ന ഒരു സംഭവമാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പൂർത്തീകരണവും അതിലെ പ്രാണപ്രതിഷ്ഠയും. ഇന്ത്യൻ ഭരണകൂടം മുഴുവനായി അണിനിരന്ന് നടത്തിയതായിട്ടുള്ള ഒരു കർമ്മമാണ് 142 കോടി ജനങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് വീക്ഷിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് 1976 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയതായ ഒരു ഭരണഘടനാ വ്യവസ്ഥയുടെ പരിഷ്കാരത്തിലൂടെ സെക്കുലർ എന്ന പദം എഴുതി ചേർത്തതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് ഭരണഘടനയിലൂടെ എഴുതി ലോകത്തെ അറിയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്തുണയോടുകൂടി പൂർത്തീകരിച്ചതും അത് രാഷ്ട്രത്തിൻ്റെ സ്വത്തായി പ്രഖ്യാപിക്കപ്പെട്ടതും. സ്വാഭാവികമായി എല്ലാ ആളുകൾക്കും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടനയിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ഇഷ്ടമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനും എല്ലാ മതവിഭാഗങ്ങൾക്കും അവകാശം നൽകിയിട്ടുണ്ട്. അവിടെ ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ യാതൊരു തരത്തിലും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് മതേതരത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതത്തിൽ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തലയുയർത്തി വരികയാണ്. അതൊരിക്കലും ആശാസ്യമായ ഒരു പ്രവണതയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ മതങ്ങളെ വേർതിരിക്കുന്നത് ഭരണഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബഹുസ്വരതയും വൈജാത്യവും വ്യത്യസ്തതയുമുള്ള ഒരു രാഷ്ട്രം ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഭാഷാപരമായ വ്യത്യാസം, സാംസ്കാരികമായ വ്യത്യാസം, ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസം, ആചാരങ്ങളിലുള്ള വ്യത്യാസം, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ മുൻ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു മുദ്രാവാക്യം മെനഞ്ഞെടുത്തത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അത്രയധികം ബഹുസ്വരതയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് അമിതമായ പ്രാധാന്യം, പ്രത്യേകിച്ച് ഭരണ സംവിധാനം കൊടുക്കുന്നത് ആശാസ്യമായ ഒന്നല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഇസ്ലാം മതവിശ്വാസികളുണ്ട്, ക്രൈസ്തവ വിശ്വാസികളുണ്ട്, ജൈനന്മാരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമത വിശ്വാസികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമ്മിശ്രമായ ഒരു സംസ്കൃതിയാണ് ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. മതങ്ങൾ തമ്മിൽ ഇത്രയേറെ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ഒരു രാജ്യം ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ചിന്തകളും പ്രവൃത്തികളും വളരെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തെ സംബന്ധിച്ച്, രാജ്യത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ പാകിസ്ഥാനെ പോലെയോ അഫ്ഗാനിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളെ പോലെയോ ഒരു മതാധിഷ്ഠിത രാജ്യമല്ല ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതം എന്ന പേരിൽ പവിത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ രാജ്യം എല്ലാ മതങ്ങളുടെയും
എല്ലാ വിശ്വാസങ്ങളുടെയും ഇടമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണ് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതത് എന്ന ഒരു സംഗതി ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഇനിയും കടക്കുന്നില്ല. അതിൻ്റെ ഒരു രണ്ടാം അധ്യായം എന്ന രീതിയിലാണ് ഈ അടുത്ത സമയത്ത് ഗ്യാൻവാബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഇസ്ലാം ആരാധന സ്ഥലത്ത് അതിൻ്റെ അടിത്തട്ടിലെ നിലവറയിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ ദേവന്മാരുടെയും ഒക്കെ ചില സൂചനകൾ ലഭിച്ചതായും അതിൻ്റെ ഫലമായി ആ നിലവറകൾ ഇപ്പോൾ പൂജകളൊക്കെ നടത്തി ഹൈന്ദവർക്ക് പ്രവേശന സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നൽകുന്നതായിട്ടുള്ള സൂചനകൾ അത്ര സുഖകരമാണ് എന്ന് പറയുക വയ്യ. നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ, പ്രത്യേകിച്ച് മണിപ്പൂർ പോലെയുള്ള സ്ഥലത്ത് നടക്കുന്ന കലാപങ്ങൾ ഒരളവ് വരെ മതാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അവിടെ നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടു, അനേകം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. അതൊരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് ലളിതവൽക്കരിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. എന്നാൽ വസ്തുതകൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. വെറും ഒരു ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, അതിനപ്പുറമായി ചില വസ്തുതകളുണ്ട് എന്നാണ് അന്വേഷണത്തിൽ കാണുന്നത്. അവിടെ ഇപ്പോഴും സമാധാനം പൂർണ്ണ നിലയിൽ കൈവരിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റിന് പോലും കഴിഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ പാർലമെന്റിൽ പോലും പലതരത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ബോധപൂർവമായ നിസ്സംഗതയും മൗനവുമാണ് പ്രധാനമന്ത്രി പാലിച്ചത്. അപ്പോൾ ഈ തരത്തിൽ മതാധിഷ്ഠിതമായിട്ടുള്ള ചിന്തകൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ഭരണകൂടത്തിന് യോജിച്ചതല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ നാട്ടിലും ചെറിയ അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരെ ഒരു ക്രൈസ്തവ ദേവാലയം ഇരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രം ഇരുന്ന സ്ഥലത്താണ്, ഒരു കോളേജ് ഇരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്താണ് എന്ന് ഹിന്ദു ഐക്യവേദിയും സംഘപരിവാർ സംഘടനയും അതിൻ്റെ 2 നേതാക്കന്മാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. നാളിതുവരെ മുസ്ലിം ദേവാലയങ്ങളെ മാറ്റി ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണിതും അതിനെ രൂപാന്തരപ്പെടുത്തിയും ഒക്കെയുള്ള കഥകളാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കേട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം മതസൗഹാർദ്ദതയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ചെറിയ അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നു, നല്ലൊരളവിൽ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2 നേതാക്കന്മാർ പരസ്യമായി തൃശ്ശൂർ മേഖലയിലുള്ള ഹിന്ദു ഐക്യവേദിയുടെയും RSS പോലെയുള്ള സംഘടനയുടെയും നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്ന് ഈ തരം പുതിയ പുതിയ കണ്ടെത്തലുകളാണ് എന്ന മട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും ഈ തരത്തിൽ പരോക്ഷമായ ഭീഷണി ഉണ്ടാകുന്നത് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അഭികാമ്യമായ ഒരു പ്രവണതയല്ല, മുളയിലെ നുള്ളിക്കളയേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള വാസനകളെ ഒട്ടും പരിപോഷിപ്പിക്കാൻ പാടില്ല. ഒരുപക്ഷെ അയോധ്യയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ഉൾപ്രേരണയാകാം ഈ ഹിന്ദു മുന്നണി നേതാക്കളെയും RSS നേതാക്കളെയും ഒക്കെ ഈ തരത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവുകയില്ല.
എന്തായാലും ഇത്രയും സംസ്കാരമുള്ള, ധൈഷണികമായി ഉയർന്നു നിൽക്കുന്ന കേരളം പോലെയുള്ള ഒരു സമൂഹത്ത് ഈ തരത്തിൽ ജാതിയുടെ പേരിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ, മതത്തിൻ്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കുവാൻ ആര് ശ്രമിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കുക പ്രയാസമാണ്. ഭാരതത്തിൻ്റെ ആത്മാവിനെ വ്രണപ്പെടുത്തുന്ന ഒരു നീക്കവും അത് ഉത്തരേന്ത്യയിലാകട്ടെ ദക്ഷിണേന്ത്യയിലാകട്ടെ 28 സംസ്ഥാനങ്ങളിൽ ചെറുതോ വലുതോ ആയ സംസ്ഥാനത്താകട്ടെ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണഘടനാ വിധാതാക്കൾ പോലും അങ്ങനെ ഒരു സാഹചര്യം അവർ ഭാവനയിൽ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് മതസൗഹാർദ്ദവും സാഹോദര്യവും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള സഹിഷ്ണുതയും തീർച്ചയായും കാണിക്കണം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അത് വളരെ ഗൗരവത്തോടുകൂടി ബന്ധപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതും. കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള മതസൗഹാർദ്ദത ഈ തരത്തിലുള്ള സങ്കുചിതമായ മതാധിഷ്ഠിത ചിന്തകളിൽ തകർന്നു പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം സൽബുദ്ധിയുള്ള എല്ലാവരും കാട്ടണം എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്.